വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് സ്റ്റൂയുടെ റെസിപ്പിയാണ്. നമ്മളുടെ ഈസ്റ്ററും പെരുന്നാളും എല്ലാം ഒന്നിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഒരു സ്റ്റൂ ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് നല്ല ഉഗ്രൻ പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഓരോ പീസും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കൊരു പാനിലേക്ക് മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സബോള കട്ട് ചെയ്ത് 4 പച്ചമുളകും കൂടിയിട്ട് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഇതിനെ നമ്മൾ വാടി വരുന്നതിന് വേണ്ടി കാത്തിരിക്കാം. ആ സമയത്ത് നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വാടി വന്നിരിക്കുന്ന സബോളയിലേക്ക് നമുക്ക് ഈ ബീഫിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് തേങ്ങയുടെ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളച്ച് ഇത് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കുറുകി വരാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നല്ലപോലെ കുറുകിയൊരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങയുടെ 1-ാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പൊടിച്ച ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് ജ്യൂസ് പരുവത്തിലാക്കി ഒരു മിൽക്ക് പോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വാദൂർന്ന ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. ആ വെളിച്ചെണ്ണയ്ക്ക് എല്ലായിടവും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കുറുകി നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇവിടെയാണെങ്കിൽ ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 2 അരിപ്പത്തിരിയും ബീഫ് സ്റ്റൂവും കൂടെ കൊടുത്തു. അപ്പോൾ ആളിതാ സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് സ്റ്റൂ ആണ്. ഈസ്റ്ററും പെരുന്നാളും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് സ്റ്റൂയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.